നമ്മളൊരു ശ്രദ്ധക്കുറവ് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളാണ് പല്ലിനുണ്ടാവുന്നത്? തീർച്ചയായിട്ടും പാൽപ്പല്ലുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രശ്നം പല്ലിലെ പോട് തന്നെയാണ്. അത് നമ്മൾ മുൻകാലങ്ങളിൽ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കുട്ടികളിൽ വരുന്ന നമ്മുടെ നാടൻ ഭാഷയിൽ പുഴുപ്പല്ല് എന്നൊക്കെ പറയുന്നത്. അത് അന്ന് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറഞ്ഞിരുന്നത് അന്നൊരു ധാരണയുണ്ടായിരുന്നു, കുപ്പിപ്പാൽ കുടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പോട് വരുന്നതെന്ന്. പക്ഷെ തീർച്ചയായിട്ടുമല്ല. മധുരമുള്ള ഏത് സാധനവും പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്ന സമയത്ത് കുട്ടി കുടിച്ചുകൊണ്ട് ഉറങ്ങിയാൽ വരുന്ന ഒരു അവസ്ഥയാണ് ഈ പാൽപ്പല്ലുകളിൽ വരുന്ന ദന്തക്ഷയം. അതുകൊണ്ട് തന്നെ അതിനിപ്പോൾ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്നാണ് പറയുന്നത്. അത് വരാതിരിക്കാൻ നമ്മൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുക, അല്ലെങ്കിൽ WHO അനുശാസിക്കുന്നത് 2 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ മുലയൂട്ടണം എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് രാത്രി 2 വയസ്സ് വരെ നമ്മൾ പാൽ കൊടുക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പല്ല് മുളച്ചു വരുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുടെ വായ വൃത്തിയാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ബ്രഷിംഗ് തുടങ്ങാം. കുട്ടികൾക്ക് ഫിംഗർ ബ്രഷുകൾ നമുക്ക് സുലഭമായി ലഭിക്കുന്നതാണ്. ആദ്യത്തെ പല്ല് മുളച്ചു വരുമ്പോൾ തന്നെ നമ്മൾ ബ്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് പാല് കൊടുത്ത് കുഞ്ഞ് ഉറങ്ങുമ്പോൾ അമ്മമാരും ഉറങ്ങുകയാണ് പതിവ്. അതിന് പകരം പല്ല് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം കുഞ്ഞിനെ ഉറങ്ങാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല്ലിൻ്റെ മുകളിൽ പാല് കെട്ടിക്കിടന്ന് ദന്തക്ഷയം വരാനുള്ള സാധ്യതയുണ്ട്. അത് സാധ്യമല്ലെങ്കിൽ കുട്ടികളെ വെള്ളം കുടിപ്പിച്ചതിന് ശേഷം ഉറക്കുക. രാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ പാൽ കുടിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അത് കൂടാതെ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒട്ടിപ്പിടിക്കുന്ന വസ്തുക്കൾ, മിഠായികൾ, ചോക്ലേറ്റുകൾ, കേക്കുകൾ, ഇതെല്ലാം ദന്തക്ഷയം ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമാവുന്നതാണ്. അപ്പം കുട്ടികൾക്ക് മിഠായി കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മിഠായി കഴിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും വായ ഉടൻ തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്.